തിരുവചനം തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ വാത്സല്യമുള്ള സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. കൊറോണ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും വളരെ വേദനയിലൂടെയും പ്രയാസത്തിലൂടെയും ദുരിതത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു സമാശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഈ ഞെരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ, പ്രയാസത്തിൻ്റെ കാലഘട്ടത്തിൽ ഇടർച്ചയുടെ പാറയിൽ തട്ടി വീണു പോകാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ ആത്മാവിനെ അയച്ച് സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ. വിശ്വാസത്തിൻ്റെ പാതയിൽ മുന്നേറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനം വായിക്കാനും കൂദാശ ജീവിതം നയിക്കാനും വിശ്വാസത്തിൽ മുന്നേറാനും ഒക്കെയുള്ള അഭിഷേകം, അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ ആഗ്രഹം കൊണ്ടോ പ്രയത്നം കൊണ്ടോ ഇതൊന്നും സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നമുക്ക് ഒരുമിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഉണർത്തണമേ. ഹൃദയ വയലുകളെ ഒരുക്കണമേ. കൃപ കൊണ്ട് നിറയ്ക്കണമേ. വചനം കേൾക്കാനും അതനുസരിക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ളൊരു അഭിഷേകം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളും കുടുംബങ്ങളും ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹവും അഭിഷേകവും വിടുതലും പ്രാപിക്കട്ടെ. പരിശുദ്ധ മാതാവേ, ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അമ്മ പ്രത്യേകം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. കൃപകളാൽ എല്ലാ മനുഷ്യരും രൂപാന്തരപ്പെടാൻ അമ്മയുടെ മാധ്യസഹായം ഞങ്ങൾ തേടുന്നു. വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കൊറോണ കാലഘട്ടത്തിന് ശേഷം നമ്മൾ കൂടുതൽ വീണ്ടും ആത്മീയമായ ഒരു മുന്നേറ്റത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. വരും കാലങ്ങളിൽ ഇതിൽ കൂടുതൽ ദുരിതപൂർണമായ കാലഘട്ടം വരുമ്പോഴോ വരാതിരിക്കുമ്പോഴോ ഒക്കെ കർത്താവിൽ ചേർന്ന് നിൽക്കാനുള്ള ഒരനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇടർച്ച നൽകാതിരിക്കുക എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇടർച്ച നൽകുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള ഒരുപാട് സാധ്യതകളുള്ളൊരു കാലഘട്ടമാണ്. ഇടറി വീഴാൻ ഉള്ള സാധ്യതകൾ നമ്മളറിയാതെ മറ്റുള്ളവർക്ക് നമ്മൾ ഈ ഒരു ഇടർച്ച നൽകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു വിധത്തിലും മാർഗഭ്രംശമോ ഇടർച്ചയോ വരുത്താതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ ദുരിതങ്ങളുടെ കാലഘട്ടത്തിലാണ് വിശ്വാസത്തിൽ അപജയം ഉണ്ടാകുക, അതിനകത്ത് ഇടർച്ച വരിക, പ്രാർത്ഥനയിൽ ബുദ്ധിമുട്ട് വരിക, വചനം വായനയിൽ ബുദ്ധിമുട്ട് വരിക. അങ്ങനെ സമസ്ത മേഖലകളിലും ഒരു മരുഭൂമി അനുഭവം നമുക്ക് വരാം. സാധ്യതകളാണ്. എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല, പക്ഷെ നല്ലൊരു ശതമാനം ആളുകൾക്കും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 42-ാമത്തെ വാക്യം ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ആരായാലും ഇടർച്ച നൽകുന്നതിനേക്കാൾ നല്ലത് ആ വ്യക്തി കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴങ്ങളിൽ എറിയപ്പെടുന്നതായിരിക്കും നല്ലത്. അപ്പം മർക്കോസ് 9:42 വചനം ഇങ്ങനെയാണ്: എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ചയ്ക്ക് കാരണമാകുക. അപ്പോൾ എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ പ്രസംഗം, എൻ്റെ ശുശ്രൂഷ ജീവിതം, ഒരു പാവപ്പെട്ട ചെറിയ വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് അതൊരു ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടോ എന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ പരിശോധിക്കണം. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ സംസാരം, പെരുമാറ്റം, എൻ്റെ ജീവിത രീതികൾ, എൻ്റെ ചര്യകൾ, ഇതൊക്കെ ഞാൻ സദാസമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം ആണ് ബൈബിൾ. മത്തായിയുടെ സുവിശേഷം 18:6-7 വാക്യങ്ങളിൽ അതേ കാര്യം മറ്റൊരു വിധത്തിൽ പറയുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് ഒരു തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ പോയി ചാടുന്നതാണ്, അല്ലെങ്കിൽ കടലിൽ എറിയപ്പെടുന്നതാണ്. എന്ന് വെച്ചാൽ സ്കെൽറ്റൻ പോലും പൊങ്ങി വരരുത്. അപ്പോൾ ഇവിടെ 2 സ്ഥലത്തും പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന്.
അപ്പം ചിലർ വിശ്വാസത്തിൽ ഇങ്ങനെ പിച്ച് വെച്ച് നടക്കുന്ന കാലഘട്ടമായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പയ്യെ പൊങ്ങി വരുന്ന സമയമായിരിക്കാം, അതല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൽ ഇങ്ങനെ പയ്യെ മുട്ടിട്ട് വളർന്നു വരുന്ന സമയമായിരിക്കാം. ആ സമയത്തായിരിക്കാം ഏതെങ്കിലും ഒരു വ്യക്തി വിശ്വാസത്തെക്കുറിച്ച് ഒരു നെഗറ്റീവ് പറയുന്നത്. ഈ ഇടർച്ച 2 തലങ്ങളിലുണ്ട്. ഒന്ന് ഭൗതിക തലത്തിലുമുണ്ട്, മറ്റൊന്ന് ആത്മീയ തലത്തിലുമുണ്ട്. ഇത് മനുഷ്യൻ്റെ ആത്മനാശത്തിലേക്ക് നയിക്കുന്ന കാരണമായി തീരാം മറ്റുള്ളവർക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ആത്മീയ തലത്തിൽ നമ്മൾ ഇടർച്ച നൽകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കാം? നമ്മൾ പള്ളിയിൽ പോകുന്നു. എപ്പോഴും ഈ ബാല്യം, കൗമാരം എന്നൊക്കെ പറയുന്ന പ്രായം, അത് അവരെക്കാൾ മുതിർന്നവരെ കണ്ട് പഠിക്കുന്ന, അതൊക്കെ മനസ്സിലാക്കുന്ന, അതൊക്കെ സ്വായത്തമാക്കുന്ന ഒരു കാലഘട്ടമാണ്. കണ്ടും കേട്ടും പഠിക്കുന്നൊരു പ്രായമാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ. അപ്പം നമ്മളെ പോലെ ഒരു 10, 30, 40 വയസ്സുള്ള ഒരാൾ പള്ളിയിൽ പോകുകയാണെന്ന് വിചാരിക്കുക. അദ്ദേഹം ദേവാലയത്തിന് പുറത്ത് നിന്ന് കയ്യും കെട്ടി കുർബാന അർപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെ മനോഭാവം അതായിരിക്കും. നമുക്ക് അദ്ദേഹത്തെ ഇത് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ അദ്ദേഹത്തിലൂടെ വരുന്ന ഒരു ഇടർച്ചയാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് അത് കാണുകയാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ, ആ കുട്ടി പള്ളിയകത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ മനസ്സിൽ ഈ വ്യക്തി അറിയാതെ ഒരു ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. നമ്മൾ സന്ധ്യാപ്രാർത്ഥന കുടുംബത്തിൽ നടത്തുകയാണെന്ന് വിചാരിക്കുക. അത് ഒരു അലസതയോടെ, ആർക്കാണ്ടക്കും വേണ്ടി നമ്മൾ ചെയ്യുന്നത് പോലെ, വേണ്ടത്ര ഭക്തിയോ ബഹുമാനമോ ദൈവത്തിനില്ലാതെ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ആ കുഞ്ഞു മനസ്സിന് അത് ഇടർച്ച നൽകുകയാണ്. അതായത് അതിൻ്റെ മനസ്സിൽ തെറ്റായ ഒരു ചിന്ത കടന്നു വരുന്നതിന് ഇത് കാരണമായി തീരും. ഒരുപക്ഷെ നമ്മളാരും അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം ഞാൻ ഒരിക്കലും ഒരു അച്ഛൻ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ ഓർക്കുകയാണ്. അച്ഛൻ പറയുകയാണ്, കൊച്ചു കുട്ടികൾ മുമ്പിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. UKG, LKG, 1ാം ക്ലാസ്, 2ാം ക്ലാസ്സിലൊക്കെ പിള്ളേർ കുർബാനയ്ക്ക് മുമ്പിൽ നിരന്ന് നിൽക്കുകയാണ്. അപ്പം അച്ഛൻ പറയുകയാണ്, അച്ഛനിങ്ങനെ പിള്ളേരൊക്കെ ശ്രദ്ധിച്ച് നല്ല ഭക്തിയോടെ കുർബാന അർപ്പിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, ഞാൻ കരം കൂപ്പി പിടിച്ചപ്പോഴൊക്കെ മുമ്പിൽ നിന്നൊരു പയ്യൻ കൈ കൂപ്പി പിടിക്കും. അച്ഛൻ കൈ താത്തി എന്തെങ്കിലും കാര്യം അവനും അതുപോലെ അങ്ങ് ചെയ്യും. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ഈ കുട്ടികൾ എന്തുമാത്രമാണ് നമ്മളെയൊക്കെ ഒപ്പിയെടുക്കുന്നത്. അപ്പം ഇവിടെ ഇത്ര കഠിനമായി കർത്താവ് ഈ വാക്ക് ഉപയോഗിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, എന്തിനാണ് കഴുത്തിലൊരു കല്ല് കെട്ടി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ പിന്നെന്താ സ്ഥിതി? ആ മാംസം ദ്രവിച്ച് തീർന്ന അസ്ഥി പോലും മേളിലേക്ക് പൊങ്ങി വരാത്ത വിധത്തിൽ ആഴങ്ങളിൽ പോകണം. കാരണം എന്താ? എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച നൽകുന്ന ജീവിതമാണ്. അത് നമ്മുടെ വാക്കുകൊണ്ടായിരിക്കാം, നമ്മുടെ പ്രവൃത്തി കൊണ്ടായിരിക്കാം, പെരുമാറ്റം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ ബോധ്യം നമ്മുടെ ഉള്ളിൽ കിടന്ന് അത് നമ്മളിങ്ങനെ വിളമ്പുന്നത് കൊണ്ടായിരിക്കാം. എന്തുമായിക്കൊള്ളെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മേഖലയിൽ ശ്രദ്ധിക്കണം. കാരണം എൻ്റെ ആ ഒരു വാക്ക് ആ വ്യക്തിയുടെ വിശ്വാസത്തെ ചിലപ്പോൾ അപജയപ്പെടുത്താം, ആ വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതത്തെ അപജയപ്പെടുത്താം. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കൊറോണ വന്നു. അപ്പോൾ നമ്മൾ പറയുകയാണ്, കൊറോണ കാലഘട്ടത്തിൽ കരിസ്മാറ്റിക്കാരെല്ലാം കിടന്ന് ഉപവാസവും പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് എന്താ അത് മാറാത്തത് എന്ന് നമ്മൾ കാഷ്വലായിട്ട് ഒന്ന് ചോദിക്കുക. അപ്പോൾ അടുത്ത് നിൽക്കുന്നൊരു വ്യക്തി അത്ര പ്രാർത്ഥനയോ വിശ്വാസമോ ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ സാധാരണ നോർമൽ ജീവിതം നയിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് അദ്ദേഹം ചിന്തിക്കത്തില്ലേ? അതേസമയം നമ്മൾ പറയുകയാണ്, ഈ കൊറോണ കാലഘട്ടത്തിൽ ഒരുപാട് നന്മയുണ്ടായി, അന്തരീക്ഷം കുറേ വിശദീകരിക്കപ്പെട്ടു, കുറേ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഒരുപാട് പേര് കുടുംബത്തിലേക്ക്, പ്രാർത്ഥനയിലേക്കൊക്കെ വളരാൻ ഇത് സഹായകരമായി തീർന്നു. മനുഷ്യൻ്റെ ആ ശൂന്യതയെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് ഇടയായി തീർന്നു എന്നൊക്കെ അതിനെക്കുറിച്ച് പോസിറ്റീവ് പറയുകയാണെങ്കിലോ, അപ്പോൾ ആ വ്യക്തി ചിന്തിക്കും, ശരിയാ, കൊറോണ എന്ന് പറയുന്ന ഈ ദുരിതം മനുഷ്യ കുലത്തിന്, ഈ പ്രപഞ്ചത്തിന്, സമൂഹത്തിനൊക്കെ ഒരുപാട് നന്മ വിതച്ചിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷെ നമ്മൾ ഈ ഇടർച്ചയ്ക്ക് കാരണമാകുന്ന സംസാരത്തിലൂടെ മറ്റുള്ളവരുടെ ആധ്യാത്മികതയെ നമുക്ക് തകർക്കാൻ പറ്റും, നശിപ്പിക്കാൻ പറ്റും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപക്ഷെ നമ്മളൊരു അവിശ്വാസിയാണോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ടി താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ പോലും അത് നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, അതുമായി നമ്മൾ നടത്തുന്ന ആരോപണങ്ങൾ, അതെല്ലാം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇടർച്ച നൽകുന്നവൻ ആരായാലും അവന് നല്ലത്. അത് നമ്മുടെ സഭയിലോ സമൂഹത്തിലെപ്പെട്ട ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളായാലും ശരി, ഇടർച്ച, ഈ ചെരുവരിൽ ഒരുവർ ഇടർച്ച നൽകുന്നവൻ ആരായാലും, അതിന്ന കാറ്റഗറിയിൽപ്പെട്ട ആളെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, ആരായാലും ശരി, അവർക്ക് നല്ലത് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ പല വിധത്തിൽ മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്കും മാർഗഭ്രംശത്തിനും കാരണമായി തീരാറുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ
17 അധ്യായം 27 വാക്യം. 17 അതിൻ്റെ തൊട്ട് മുകളിൽ 24 മുതൽ വായിക്കുകയാണെങ്കിൽ, ദേവാലയ നികുതി പിരിക്കുന്ന വ്യക്തി പത്രോസിനോടും കൂട്ടരോടും ചോദിക്കും, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ? അപ്പോൾ ഈ സംഭവം ഈശോ അറിയാണ്. എന്നിട്ട് വീട്ടിലെ ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞപ്പോൾ പത്രോസിനോട് യേശു ചോദിക്കുകയാണ്, പത്രോസേ, ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ്, രാജാക്കന്മാർ അല്ലെങ്കിൽ രാജകുമാരന്മാർ ആരിൽ നിന്നാണ് നികുതി ഈടാക്കുന്നത്? ജനങ്ങളിൽ നിന്നോ അതോ അവരിൽ നിന്നോ? അപ്പം പത്രോസിലേ പറയാം, അത് രാജകുമാരന്മാരിപ്പം അല്ലെങ്കിൽ രാജാക്കന്മാർ നികുതി കൊടുക്കാറില്ല, അവർ ജനങ്ങളിൽ നിന്നാണ് നികുതി പിരിക്കുന്നത്, അപ്പോൾ അവർ ഫ്രീ ആണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഈശോ പറയാണ്, അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിന്, അതായത് ഈ ദേവാലയ നികുതി ചുങ്കം പിരിക്കുന്ന വ്യക്തികൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിന് നീ ഒരു കാര്യം ചെയ്യാം, നീ കടലിൽ പോയി ചൂണ്ടയിടുക, ആദ്യം ലഭിക്കുന്ന മീനിൻ്റെ വാ തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് നികുതി കൊടുത്തേക്കുക. അപ്പോൾ ഇവർ നികുതി കൊടുക്കാതിരിക്കുന്നത് ഒരു ഇടർച്ച ഉണ്ടോ? സത്യത്തിൽ ദൈവകുമാരനായ യേശു ക്രിസ്തു ആർക്ക് നികുതി കൊടുക്കാനാണ്? രാജാവ് ജനങ്ങളിൽ നിന്നല്ലേ ചുങ്കം പിരിക്കുന്നത്, അല്ലാണ്ട് രാജാവ് അല്ലല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ദൈവം ഇത് പറഞ്ഞിട്ട്, എന്നാലും അങ്ങനെയാണെന്നിരിക്കെ ഞാൻ ദൈവപുത്രനാണ്, ഇതിൻ്റെ എല്ലാം ഉടയവൻ ഞാനാണ് സകലത്തിൻ്റെ അധികാരിയും, എല്ലാ സമ്പത്തും ദൈവത്തിൻ്റെതാണ്. എന്നിട്ടും ദൈവം പറയാണ്, അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിന്. അപ്പോൾ യേശു ക്രിസ്തു ഒരു മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ നികുതി കൊടുക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ ചുങ്കം കൊടുക്കാതിരിക്കുന്നത് ഒരു ഇടർച്ചയ്ക്ക് കാരണമായി തീരാമെന്നത് കൊണ്ട് ഉണ്ടോ ദൈവത്തിന് അതിൻ്റെ ആവശ്യമുണ്ടോ സഹോദരങ്ങളെ? യേശു ക്രിസ്തുവിന് നികുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ചുങ്കം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എങ്കിലും യേശു എന്താണ് അത് ചെയ്യുന്നത്? അവരത് ചോദിച്ചപ്പോൾ കർത്താവിനൊരു കാര്യം മനസ്സിലാകുകയാണ്, നികുതി കൊടുക്കാതെ ജീവിക്കുന്നത് ഒരു തെറ്റാണെന്ന് അവർക്ക് തോന്നി. അപ്പോൾ അവർക്ക് അതിൻ്റെ പേരിൽ ഒരു ഇടർച്ച, ഒരു മാർഗഭ്രംശം, ഒരു തെറ്റായ ബോധ്യം അവരുടെ മനസ്സിൽ ജനിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈശോ പറഞ്ഞ വാക്ക് അങ്ങനെയാണ്, അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിന് ഉണ്ടോ, നമ്മളെക്കുറിച്ച് അവർക്കൊരു തെറ്റായ ബോധ്യം ഉണ്ടാകാതിരിക്കേണ്ടതിന്, തെറ്റായ ചിന്ത അവരുടെ മനസ്സിൽ രൂപപ്പെടാതിരിക്കേണ്ടതിന് നീ പോയി കടലിൽ ചൂണ്ടയിടുക, ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വാ തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും, അത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് ചുങ്കമായിട്ട് കൊടുത്തേക്കുക, നികുതിയായിട്ട് കൊടുത്തേക്കുക, ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിന്. നോക്കി, ദൈവപുത്രനായ യേശു ക്രിസ്തു പോലും തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വലിയൊരു ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ, അപ്പോൾ അവർക്ക് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാവുന്ന കാര്യമായതുകൊണ്ട് കർത്താവ് അതിനകത്ത് വളരെ ജാഗ്രത പുലർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ ജാഗ്രത കർത്താവ് പുലർത്തുകയാണ്. എന്നിട്ട് ആ നാണയം ചുങ്കമായിട്ട് അവർക്ക് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭൗതിക തലത്തിലാണെങ്കിലും ആത്മീയ തലത്തിലാണെങ്കിലും ഇതുപോലെ എത്രയോ പ്രാവശ്യം നമ്മൾ മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടാകാം. ചിന്തിച്ചു നോക്കണം. മദ്യപാനം, പുകവലി, അല്ലെങ്കിൽ വൃത്തികെട്ട സംസാര രീതികൾ. നമ്മളിപ്പോൾ കുടുംബത്തിലിരിക്കുകയാണ്, അമിത സമയം മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, അത് മക്കൾക്കും സഹോദരങ്ങൾക്കും ഒരു ഇടർച്ചയ്ക്ക് കാരണമായി തീരില്ലേ? നമുക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, അല്ലെങ്കിൽ ദേവാലയ കർമ്മങ്ങൾക്ക് സമയമില്ല. ഇപ്പോഴും എല്ലാ പള്ളികളും തുറന്നു, കുർബാനകളും കാര്യങ്ങളൊക്കെ ആയി, എന്നിട്ട് നമ്മൾ ഓൺലൈനിൽ മാത്രമേ കൂടുന്നുള്ളൂ. നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റും, ആരോഗ്യമുണ്ട്. അപ്പോൾ അതൊരു ഇടർച്ചയുടെ വഴിയാണ്. അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അവരുടെ വിശ്വാസ ജീവിതത്തെ പിന്നോട്ടടിക്കാനോ അല്ലെങ്കിൽ ഇടറി വീഴാനോ ചിലപ്പോൾ അത് കാരണമായി തീരാം. നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് റോമാലേഖനം അതിൻ്റെ 14 അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ, റോമാലേഖനം 14 അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. അടുത്തത് ഇങ്ങനെയാണ്, സഹോദരന് ഒരിക്കലും മാർഗഭ്രംശമോ ഇടർച്ചയോ വരുത്തുകയില്ലെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവിൻ, തീരുമാനമെടുക്കുവിൻ. പരസ്പരം നമുക്ക് വിധിക്കാതിരിക്കാം, അത് വിടുക. എന്നിട്ട് കർത്താവ് പറയാണ് തുടർന്ന്, സഹോദരങ്ങൾക്ക് നമ്മുടെ ജീവിതയാത്രയിൽ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ സഹോദരങ്ങൾക്ക് ഒരു വിധത്തിലും, അത് ഭൗതിക തലത്തിലാണെങ്കിലും ആത്മീയ തലത്തിലാണെങ്കിലും ഒരു വിധത്തിലും ഇടർച്ചയോ മാർഗഭ്രംശമോ ഉണ്ടോ, അവൻ പോകുന്ന വിശ്വാസത്തിൻ്റെ മാർഗം, പ്രാർത്ഥനയുടെ മാർഗം, വചനാധിഷ്ഠിത ജീവിതത്തിൻ്റെ മാർഗം. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണോ ലോകം നിലനിൽക്കുന്നത്? ഒറ്റ ചോദ്യം മതി, ഒരാളുടെ ജീവിതം ചിലപ്പോൾ തീർന്നു പോകാം. ഇതിലൊന്നും വലിയ കാര്യമില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആ പ്രത്യേകതയൊക്കെ വെച്ച്
അങ്ങോട്ട് പറഞ്ഞാൽ അത് മതി അദ്ദേഹത്തിൻ്റെ മാർഗത്തിൽ ഒരു ഭ്രംശം സംഭവിക്കാൻ. അദ്ദേഹത്തിൻ്റെ ആത്മീയ യാത്രയിൽ അത് ചിലപ്പോൾ തിരിച്ചടിക്കാൻ കാരണമായി തീരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം നിർബന്ധമില്ല. അറിയാതെ തന്നെ നമ്മുടെ വാക്കോ നമ്മുടെ പെരുമാറ്റമോ ഈ വിധത്തിൽ നമ്മുടെ സഹജീവികൾക്ക് ഇടർച്ചയ്ക്കോ മാർഗഭ്രംശം സംഭവിക്കുന്നതിനോ കാരണമായി തീർന്നിട്ടുണ്ടോ? രണ്ട് കാര്യമാണ്. ഒന്ന്, ഇതിനു മുൻപുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റമോ സംസാരമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള നമ്മുടെ കാര്യങ്ങൾ വഴി നമ്മുടെ സഹജീവികൾക്ക് ഒരു ഇടർച്ചയ്ക്ക് നമ്മൾ കാരണമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ഉണ്ടെങ്കിൽ അത് തിരുത്തണം. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഈ വചനം കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു ബോധ്യം ജനിക്കും. അതായത് എൻ്റെ ജീവിതം, എൻ്റെ ആത്മാവിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞാൽ മതി. എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ എൻ്റെ അലംഭാവം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ മറ്റൊരാളുടെ ജീവിതത്തിൽ മാർഗഭ്രംശമോ ഇടർച്ചയോ വന്നാൽ ഞാൻ അതിന് കുറ്റക്കാരനാണ്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് വേണം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെ തിരുത്തി മാപ്പപേക്ഷിച്ച് കൂടുതൽ കൃപയിലേക്ക് വരാൻ നമുക്ക് പറ്റണം. മറ്റൊന്ന്, ഈ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇനി അത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അതിനാണ് നമ്മൾ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ച് നോക്കുക, മാർഗഭ്രംശമോ ഇടർച്ചയോ വരാൻ കാരണമായി തീർന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ദൈവമേ, ഇങ്ങനത്തെ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടുന്ന് തിരുത്തണമേ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്തോസ് 9:8-9. 1 കൊരിന്തോസ് 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്: നിങ്ങളുടെ സ്വാതന്ത്ര്യം. അപ്പം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് മദ്യപിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പുകവലിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ ചീത്ത പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് കോപിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പള്ളിയിൽ പോകാൻ സ്വാതന്ത്ര്യമുണ്ട്, പോകാതിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, കൈകൂപ്പി പിടിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, കൈകൂപ്പി പിടിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. പക്ഷെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനർക്ക് ഏതെങ്കിലും വിധത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. മനസ്സിലായോ? വളരെ മനോഹരമാണ് വചനം. നിങ്ങളുടെ സ്വാതന്ത്ര്യം. അപ്പോൾ ഈ ലോകത്ത് നമ്മുടെ ഗവൺമെൻറ് നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട്, ദൈവം നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ഉണ്ട്. അതായത് ബൈബിൾ പഠിപ്പിക്കുന്ന നന്മയും തിന്മയും നിൻ്റെ മുമ്പിലുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും നിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഏതാ വേണ്ടതെന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്. അത് ആ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈയടത്തില്ല. നിനക്ക് തിന്മ ചെയ്യാനും നന്മ ചെയ്യാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്, ഇടർച്ച നൽകാനും നൽകാതിരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിൻ്റെ തിരഞ്ഞെടുപ്പ് അനുസരിച്ചാണ് വിധി നിർണ്ണയിക്കപ്പെടുന്നത് എന്ന് മാത്രം. അതുകൊണ്ടാണ് 1 കൊരിന്തോസ് 8:9 പറയുന്നത്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ വിധത്തിലും സ്വതന്ത്രരാണ് നമ്മൾ. എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യം ഏതെങ്കിലും വിധത്തിൽ ഒരു ബലഹീന വ്യക്തിക്ക്, ഒരു ദുർബല മനസാക്ഷിക്കാരന്, ബലഹീനമായ മനസ്സുള്ളൊരു വ്യക്തിക്ക് ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത്, ഒരു വിലയെന്ന് പറയുന്നത്. അപ്പോൾ എന്തുമാത്രം ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. പണ്ട് ഒരാൾ തമാശാരൂപേണ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ വരികയാണ്. അതായത്, ഒരു വ്യക്തി പനയുടെ ചോട്ടിൽ, പനയുണ്ടല്ലോ ചെത്തുന്ന പനയുടെ ചോട്ടിൽ വെച്ച് കഞ്ഞിവെള്ളം കുടിക്കരുത്. അപ്പോൾ എന്താ സംഭവം? പനയുടെ ചോട്ടിൽ വെച്ച് കഞ്ഞിവെള്ളം എന്ന് വെച്ചാൽ നമ്മൾ ഈ കള്ള് പോലെയാണല്ലോ അതിൻ്റെ കളറിരിക്കുന്നത്. പനച്ചോട്ടിൽ വെച്ച് കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ അതിലെ പോകുന്ന വ്യക്തികൾ അത് കണ്ടാൽ ഈ വ്യക്തി കള്ള് കുടിക്കുന്നതായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാം. ഉണ്ടോ? അപ്പോൾ അതിൻ്റെ ആ ഒരു അർത്ഥം എന്ന് പറയുന്നത്, അതിൻ്റെ ആ ഒരു വില എന്ന് പറയുന്നത് എത്രമാത്രം ഉയർന്ന തലത്തിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ ജീവിതം എന്തുമാത്രം ശ്രദ്ധയോടെയാണ് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കർത്താവ് പോലും പറഞ്ഞ അതാണ്, അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിന് ഞാൻ ചുങ്ങ കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ രാജാവാണ്, എല്ലാത്തിൻ്റെ അധികാരിയും അധിപനും ഞാനാണ്, എൻ്റെ ആണ് എല്ലാം. എന്നിട്ടും അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നീ അത് കൊടുത്തേക്കൂ എന്ന് പത്രോസ് പറയുന്നത്, യേശുക്രിസ്തു പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം എന്തുമാത്രം ശ്രദ്ധയുള്ളതായിരിക്കണം. ഒരു പനയുടെ ചോട്ടിൽ നമ്മൾ കഞ്ഞിവെള്ളമാണ് കുടിച്ചത്, നമ്മുടെ മനസാക്ഷി അനുസരിച്ച് തെറ്റില്ല. പക്ഷേ അതൊരു ചെത്തുന്ന പനയുടെ ചൂടായതുകൊണ്ട് അതിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് ചിലപ്പോൾ ആ വ്യക്തിയുടെ ദുർബല മനസാക്ഷി, അദ്ദേഹത്തിൻ്റെ ബലഹീനത, ഒരു ഉയർന്ന വ്യക്തിയാണ് അവിടെ നിന്ന് ആ കഞ്ഞിവെള്ളം കുടിക്കുന്നതെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കില്ലേ, കണ്ടോ അദ്ദേഹം കള്ളാണ് കുടിക്കുന്നത്, അപ്പോൾ എനിക്കും ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് മാർഗഭ്രംശവും ഇടർച്ചയും വരുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് പരിശോധിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എവിടെയാണ് ഇതെല്ലാം തെറ്റുപറ്റിയത്? 1 കൊരിന്തോസ് അതിൻ്റെ 10:23-24 എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം എനിക്ക് പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. കണ്ടോ, എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. അത് മറ്റുള്ളവർക്ക് ഏതൊക്കെ വിധത്തിൽ മാർഗഭ്രംശവും ഇടർച്ചയും വരുത്തുമെന്ന് ചിന്തിക്കണം. അത് പ്രയോജനകരമല്ല, എല്ലാം പടുത്തുയർത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് എവിടെയാണ് കുറവുകളുള്ളത്, പോരായ്മയുള്ളത്, അത് തിരുത്തി ദൈവവചനത്തിന് അനുസൃതമായി മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് പറഞ്ഞില്ലേ, യോഹന്നാൻ സുവിശേഷം 17:19 അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കൊക്കെ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നൽകിയിട്ടുള്ളതും നൽകാൻ സാധ്യതയുള്ളതുമായ ഇടർച്ചയുടെ വാക്കുകളിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും ആലോചനകളിൽ നിന്നൊക്കെ പിന്മാറി കർത്താവിൻ്റെ വചനമനുസരിച്ച് മറ്റുള്ളവരുടെ അയൽക്കാരൻ്റെ നന്മ കാക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനത്തെ ഇടർച്ചയുടെയോ ദുർമാർഗത്തിൻ്റെയോ അല്ലെങ്കിൽ തെറ്റായ പ്രബോധനത്തിൻ്റെയോ ഒക്കെ സന്ദേശങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടാകാം, എനിക്കറിഞ്ഞുകൂടാ. ശേഷിക്കുന്ന ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ വന്നതിന് മാപ്പ് ചോദിച്ച് മുന്നേറാനും അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളെ പഠിപ്പിച്ച സത്യത്തിനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അതിനുള്ളൊരു ശക്തിയും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. ആർജവത്വം ഞങ്ങൾക്ക് നൽകണമേ. നല്ല മാതൃക നൽകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇടർച്ച നൽകുന്ന പാറയിൽ ആരും തട്ടി വീഴാതിരിക്കാൻ, ഇടർച്ചയുടെ പാറയായി ഞങ്ങൾ ആരുടെയും മാർഗ്ഗതടസ്സമായി നിൽക്കാതിരിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഇടവരുത്തണമേ, സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരുടെ മേലും ദൈവമേ ഞങ്ങളുടെ കാരുണ്യം ചൊരിഞ്ഞ് അവരെ സഹായിക്കണമേ. ഏതെങ്കിലും വിധത്തിൽ വന്നുപോയ കുറവുകൾ പോരായ്മകൾ പരിഹരിച്ച് നല്ല വിശ്വാസത്തിലും കൃപയിലും പ്രാർത്ഥനയിലും മുന്നേറാൻ സഹായിക്കണമേ. അങ്ങനെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന നല്ല വ്യക്തികളായി ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ. അതിനുള്ള അഭിഷേകവും കൃപയും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അതിന് ഞങ്ങളെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.